ഹലോ, ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇതിന് പേര് ചിക്കൻ കുറുമ എന്നൊക്കെ പറയാം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ആണ് ഇടേണ്ടത്. ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ട, അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ഉള്ളിയാണ്. എൻ്റെ കഴിഞ്ഞ ചിക്കൻ കറി റെസിപ്പി പോലെ തന്നെ ഇതിലും ഒരുപാട് വഴറ്റിയൊന്നും സമയം കളയണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിതിൽ സ്പൈസസ് ആയിട്ട് നമ്മൾ ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതല്ലെങ്കിൽ ചിക്കൻ മസാല. ഇത്ര മാത്രമേ ഇതിൽ സ്പൈസസ് ആയിട്ട് ഇടുന്നുള്ളൂ. നമുക്കറിയാമല്ലോ ചിക്കൻ കുറുമ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കളറിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ നമ്മുടെ കറി കട്ടിൻ്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതും ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ്. അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ, ക്യാരറ്റും പിന്നെ കുറച്ച് മഷ്റൂമും കൂടി എടുത്തിട്ടുണ്ട്. ശരിക്കും മഷ്റൂം ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എന്നാൽ ഇതിലൂടെ ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിൽ നമ്മൾ കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട്, പിന്നെ ആൽമണ്ടും എടുത്തിട്ടുണ്ട്. സാധാരണ ചിക്കൻ കുറുമയൊക്കെ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് അല്ലേ. എന്നാൽ നാട്ടിലെ പോലെയല്ലല്ലോ, ഇവിടെ നമ്മൾ തേങ്ങ പൈസ കൊടുത്ത് വാങ്ങേണ്ടതുകൊണ്ട് തന്നെ ഞാനങ്ങനെ തേങ്ങാപ്പാലിലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കൽ കുറവാണ്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിക്ക് പാകത്തിനുള്ള വെള്ളം കുറച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ആ അരച്ച് ചേർത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലെ വെള്ളം കൂടി ഇറങ്ങുമ്പോൾ അത് നല്ലപോലെ ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ട് ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രം നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു പേസ്റ്റും കൂടെ ഒന്ന് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇത്രയേ ഉള്ളൂ പരിപാടി വരുന്നത്. ഇനി ഇതൊന്ന് കുറുകി കിട്ടുകയാണ് വേണ്ടത്. അത് നല്ലോണം തിക്കാകാൻ വെയിറ്റ് ചെയ്യരുത് കേട്ടോ, കാരണം ഈ കാഷ്യൂ ഇടുമ്പോൾ തന്നെ അതൊന്ന് തിക്കായി വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ എൻ്റെ സ്ഥിരം ഐറ്റം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസിൽ മാക്സിമം ഷെയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്. കാരണം നമ്മൾ ലേഡീസ് ആലോചിക്കുന്നത് കിച്ചണിൽ നിൽക്കുന്ന ടൈം എത്രത്തോളം കുറക്കാൻ പറ്റുമെന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുകയാണ് ബെസ്റ്റായിട്ട് വരിക. എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പാലപ്പം പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ അപ്പമാണ് ഞാൻ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് പൊറോട്ടയാണെങ്കിലും ബെസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെ അറിയാലോ ഏതും പോകും അല്ലേ. അതുപോലെ തന്നെ ഗീ റൈസ് ആണെങ്കിലും പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ മറക്കാണ്ട് ട്രൈ ചെയ്യുക. ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബായ്.